ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാൻ നമുക്ക് ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ് ദേവാലയം. ദേവാലയം നമുക്ക് ആത്മീകമായ വളർച്ചയ്ക്ക് അനവധി സാധ്യതകൾ നൽകുന്ന സ്ഥലമാണ്. നിങ്ങളോടൊത്ത് അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് ദേവാലയം നമുക്ക് നൽകുന്ന പാഠങ്ങളും ദേവാലയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ്. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ ദേവാലയം എന്തായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്തായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ മലയാള വേദപുസ്തകത്തിൽ ദേവാലയം എന്നും പള്ളി എന്നുമുള്ള ഉപയോഗങ്ങൾ നാം കാണുന്നുണ്ട്. ദേവാലയം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യെരൂശലേം ദേവാലയമാണ്. പള്ളി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സുനഗോഗുകളാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ, അത് യെരൂശലേം ദേവാലയമാണ്. ലോകത്ത് എവിടെയുമുള്ള യഹൂദന് ആരാധിക്കണമെങ്കിൽ, ബലിയർപ്പിക്കണമെങ്കിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ പ്രായപൂർത്തിയായ 10 പുരുഷന്മാർ താമസിക്കുന്ന ഏതു സ്ഥലത്തും സുനഗോഗുകൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധ്യമായിരുന്നു. സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും യഹോവയെ പാട്ടുപാടി പുകഴ്ത്തുകയും തങ്ങളുടെ ബാലന്മാർക്ക് വേദ അഭ്യസനം നടത്തുകയും ഒക്കെയായിരുന്നു സംഘാലയങ്ങളുടെ അഥവാ സുനഗോഗുകളുടെ ഉദ്ദേശം. എന്നാൽ ബലിയിൽ സംബന്ധിക്കുവാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നു എങ്കിലേ മതിയാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ദേവാലയവുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളും ദേവാലയത്തെക്കുറിച്ച് അവൻ നടത്തുന്ന പ്രസ്താവനകളും ആധാരമാക്കി ദേവാലയം, യെരൂശലേം ദേവാലയം യേശുക്രിസ്തുവിന് എന്തായിരുന്നു എന്ന് ചിന്തിക്കുവാനും ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന ദേവാലയങ്ങൾ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമായിട്ടുമുള്ള ഒരു ശ്രമമാണ് നാം നടത്തുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ബാലനായ യേശുവിൻ്റെ ഒരു പ്രസ്താവന നാം കാണുന്നു. അത് ഇപ്രകാരമാണ്: ബാലനായ യേശു തമ്പുരാൻ തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞതെന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലവും നമുക്ക് വളരെ പരിചിതമാണ്. 12 വയസ്സുള്ള ബാലനായ യേശു തമ്പുരാൻ മാതാപിതാക്കളോടൊപ്പം യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ പോകുന്നു. എന്നാൽ അവരോടൊപ്പം ബാലനായ യേശു മടങ്ങിയില്ല. അവൻ ദേവാലയത്തിൽ താമസിക്കുന്നു. തങ്ങളുടെ നഷ്ടപ്പെട്ട മകനെ അന്വേഷിച്ച് തിരിച്ചു എന്ന മാതാപിതാക്കൾക്ക് യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുവാനാകുന്നു. അപ്പോൾ തൻ്റെ മാതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു തമ്പുരാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. ഇതിനു മുമ്പും യേശുവിനെ നന്നേ ചെറുപ്പത്തിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ തിരുവചനത്തിൽ നാം പരിചയപ്പെടുന്നുണ്ട്. എങ്കിലും ദേവാലയത്തെക്കുറിച്ച് യേശു തമ്പുരാൻ നടത്തുന്ന ആദ്യത്തെ പ്രസ്താവനയാണ് ഇത്. ദേവാലയം യേശുക്രിസ്തുവിന് എന്തായിരുന്നു എന്ന് ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം തൻ്റെ പിതാവിൻ്റെ ഭവനമായിരുന്നു. ദേവാലയത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മനസ്സിലാക്കൽ അത് തൻ്റെ പിതാവിൻ്റെ ഭവനം എന്നുള്ളതാണ്. എന്താണ് ഈ വാക്കുകൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതിൻ്റെ അർത്ഥവും? പിതാവിൻ്റെ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഇത് തൻ്റെ പിതാവിൻ്റേത് എന്ന് യേശു തമ്പുരാൻ പറയുമ്പോൾ ആ ദേവാലയത്തിൽ തനിക്കുള്ള അധികാരവും അവകാശവും അതേസമയത്ത് തന്നെ ദേവാലയത്തോട് തനിക്കുള്ള ഉത്തരവാദിത്വവും കടമയും വൈകാരിക ബന്ധവുമൊക്കെ ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ
യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം വളരെ പ്രധാനപ്പെട്ട തൻ്റെ പിതാവിൻ്റെ ഭവനമായിരുന്നു. അത്രയേറെ വൈകാരിക ബന്ധമുള്ള, അത്രയേറെ താൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം. പിതാവിൻ്റേത് എന്ന് പറയുമ്പോൾ അത് നൽകുന്ന മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് തൻ്റെ പാരമ്പര്യ സ്വത്തിൻ്റെ ഭാഗമാണ് ദേവാലയം. അങ്ങനെ തൻ്റെ പിതൃസ്വത്തിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട പവിത്രമായി കരുതിയ ഇടമായിരുന്നു യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം. പ്രിയപ്പെട്ടവരെ, നാമും ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഇന്ന് ദേവാലയവുമായി നമുക്കുള്ള ബന്ധം എന്താണ്? ബാലനായ യേശു തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞതുപോലെ ദേവാലയത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കുവാനോ സങ്കല്പിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുന്നുണ്ടോ? ദേവാലയത്തോട് അത്തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം നാം ഇന്ന് സ്ഥാപിക്കുന്നുണ്ടോ? അതിനേക്കാളേറെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുവാൻ സാധിക്കുന്നുണ്ടോ? ബാലനായ യേശുവിനെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട മകനെ അവർ കണ്ടെത്തിയത് ദേവാലയത്തിലായിരുന്നു. ഇന്നും ജീവിതയാത്രയിൽ മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന നാം കാണാറുണ്ട്. എന്നാൽ ഈ നഷ്ടപ്പെട്ട മക്കളെ അന്വേഷിച്ച് മാതാപിതാക്കൾ പോകുമ്പോൾ അവർ കണ്ടെത്തുന്നത് അവർ ഒരിക്കലും ചെന്നു ചേരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലായിരിക്കും. എന്നാൽ ഇവിടെ ഈ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ട ദുഃഖം ആദ്യമുണ്ടായിരുന്നുവെങ്കിലും അതൊരു വലിയ സന്തോഷമായി പരിണമിക്കുകയാണ്. കാരണം അവനെ കണ്ടെത്തിയത് ദേവാലയത്തിലാണ്. അതുമാത്രവുമല്ല, അതിൻ്റെ അവസാനത്തിൽ ദേവാലയത്തെക്കുറിച്ച് ശക്തമായ ഒരു പ്രസ്താവന അവൻ നടത്തുകയും ചെയ്യുന്നു. ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നുള്ളത്. തൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായി, തൻ്റെ പിതൃസ്വത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ആ ബാലൻ ദേവാലയത്തെ കരുതുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ സ്വത്തും സമ്പാദ്യങ്ങളുമൊക്കെ സ്വരൂപിച്ചു വെക്കുകയും അവരുടെ ഭാവി സുന്ദരമാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ പിതൃസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവാലയമാണെന്നും സഭയുടെ വിശ്വാസ സത്യങ്ങളും ആരാധനയുമാണെന്നും ചിന്തിക്കുവാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുവാനും, അങ്ങനെ ഇവിടെ ബാലനായ യേശു പ്രസ്താവിക്കുന്നത് പോലെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ ദേവാലയം എൻ്റെ ദേവാലയം, എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് അധികാരത്തോടെ, അവകാശത്തോടെ, വൈകാരിക ബന്ധത്തോടെ പറയുവാൻ സാധിക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുന്ദരമാവും എന്ന് ഓരോ മാതാപിതാക്കൾക്കും ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ വാചകത്തിലെ രണ്ടാമത്തെ വാക്കും പ്രസക്തമാണ്. ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നാണ് പറയുക. ഭവനം എന്ന വാക്കിന് വലിയ ഒരു ആശയവും പ്രസക്തിയുമുണ്ട്. കുറച്ച് ആളുകൾ താമസിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുന്ന സ്ഥലം മാത്രമല്ല ഭവനം. മറിച്ച് നാം സ്നേഹം പങ്കുവെക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന, സുരക്ഷിതത്വ ബോധം ഏറ്റവും ശക്തമായി നമുക്കുള്ള ഇടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭവനം. അതുകൊണ്ടാണ് എത്ര ദൂരെ പോയാലും എത്ര തിരക്കിട്ടാണെങ്കിലും സന്ധ്യയാകുമ്പോൾ ഭവനത്തിൽ വന്നു കയറുമ്പോൾ ഒരു വലിയ ആശ്വാസം നാം അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ഒരു ഇടമാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ദേവാലയം. നമുക്ക് സ്നേഹം പങ്കുവെക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിൽ സുരക്ഷിതത്വ ബോധം അനുഭവിക്കുവാനുള്ള നമ്മുടെ ഇടമാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് ഭവനത്തിനുള്ളിൽ വെച്ചാണ്. ഒരു കുഞ്ഞിൻ്റെ ജനനവും വളർച്ചയും വിശ്രമവും എല്ലാം നടക്കുന്നത് ഭവനത്തിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ഭവനം ഏതാണ് എന്ന് ചോദിച്ചാൽ ദേവാലയമാണോ എന്ന് പറയുവാൻ സാധിക്കും. കാരണം അവൻ ഒരു ക്രൈസ്തവനായി ജനിക്കുന്നത് ദേവാലയത്തിൽ മാമോദീസ തൊട്ടിയിലാണ്. അതുകൊണ്ട് സഭയുടെ ഗർഭപാത്രം എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു കുഞ്ഞ് ക്രിസ്ത്യാനിയായി ജനിക്കുന്ന ഇടം ദേവാലയമാണ്. അവൻ ഭക്ഷണം കഴിക്കുന്ന ഇടം ദേവാലയമാണ്. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളും വചനമെന്ന മായമില്ലാത്ത പാലും അവന് ലഭ്യമാകുന്നത് ദേവാലയത്തിലാണ്. അതുകൊണ്ട് അവൻ ജനിച്ച ഇടം മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന, വളരുന്ന ഇടം കൂടിയാണ് ദേവാലയം. അതുമാത്രവുമല്ല, അവൻ വിശ്രമിക്കുന്ന ഇടവും ദേവാലയമാണ്.
ഒരു മനുഷ്യജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ നിത്യവിശ്രമത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിന് സമീപത്തുള്ള സെമിത്തേരിയിൽ അവനെ അടക്കം ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവന്റെ യഥാർത്ഥമായ അവകാശം കിടക്കുന്നതും ദേവാലയത്തിലാണ്. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല ദേവാലയത്തോട് അവനുള്ളത്, മറിച്ച് മരണശേഷവും നിത്യമായി അനുസ്മരിക്കപ്പെടുന്ന ഇടം കൂടെയാണ് ദേവാലയം. ഒരാളുടെ കാലശേഷം ഒരുപക്ഷെ 1 or 2 തലമുറ അയാളെ അനുസ്മരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സഭയുടെ അംഗങ്ങളെ നിത്യമായി അനുസ്മരിക്കുന്ന ഇടം ഒന്നേ ഉള്ളൂ, അത് ദേവാലയമാണ്. നമുക്കറിയാം, സഭയുടെ ഒരു പ്രാർത്ഥനയും വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള അനുസ്മരണമോ പരാമർശമോ ഇല്ലാതെ അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നാം നിത്യമായി സ്മരിക്കപ്പെടുന്ന നമ്മുടെ യഥാർത്ഥ ഭവനവും ദേവാലയമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കണ്ടത് യേശുതമ്പുരാൻ ദേവാലയത്തെക്കുറിച്ച് നടത്തുന്ന ഒന്നാമത്തെ പ്രസ്താവനയാണ്. താൻ ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ്, ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം തൻ്റെ പിതാവിൻ്റെ ഭവനമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദേവാലയങ്ങൾ എന്താണ്? ദേവാലയം എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് ആത്മാർത്ഥതയോടെ പറയുവാനും അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. വീണ്ടും യേശുതമ്പുരാൻ ദേവാലയവുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ നാം കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ്. അവിടെ യേശുതമ്പുരാൻ സാത്താനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈ സന്ദർഭവും നമുക്ക് വളരെ സുപരിചിതമാണ്. യേശുതമ്പുരാന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് അവനെ പരീക്ഷിക്കുവാൻ അടുത്തുകൂടുകയാണ്. ഈ വേദഭാഗത്ത് വിവരിക്കുന്നത് പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ വിശുദ്ധ ആലയത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ പ്രസ്താവന ഒരുപക്ഷെ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം പിശാചും ദേവാലയവും 2 വിരുദ്ധ ധ്രുവങ്ങളിലുള്ളതായിട്ടാണ് സാധാരണ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുരിശ് കാണുമ്പോൾ സാത്താൻ ഓടും എന്ന് നാം പറയാറുമുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് കാണുന്നത്. പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അതിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുവാനുള്ള ഒരു പ്രേരണ അവന് നൽകുന്നു. യേശുതമ്പുരാൻ സാത്താനെ അവിടെ പരാജയപ്പെടുത്തുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം സാത്താനെ വിജയിച്ച ഇടമായിരുന്നു. ഒന്നാമതായി യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം പിതാവിന്റെ ഭവനമായിരുന്നുവെങ്കിൽ രണ്ടാമതായി താൻ സാത്താനെ പരാജയപ്പെടുത്തിയ ഇടമാണ് ദേവാലയം. പ്രിയപ്പെട്ടവരെ, ദേവാലയം വാസ്തവത്തിൽ നമുക്കും സാത്താനെ പരിചയപ്പെടുത്തുവാനുള്ള ഇടം തന്നെയാണ്. സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി സംഭരിക്കുവാനുള്ള സ്ഥലമാണ് ദേവാലയം. തിന്മയെക്കുറിച്ച് സാധാരണഗതിയിലുള്ള നമ്മുടെ ചിന്താഗതി അത് മോശമാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് തിന്മയുടെ വൈരൂപ്യം പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ നാം കാണുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഹൗവ സാത്താന്റെ വശീകരണത്തിന് വിധേയയായപ്പോൾ അവൾ തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും പ്രാപിപ്പാൻ കാമ്യവുമെന്ന് ആ പഴത്തെ കാണുകയാണ്. അതുപോലെ സാത്താൻ അവളെ പരീക്ഷിക്കുന്നത് ദൈവത്തെ പോലെ ആയിത്തീരാം എന്നുള്ള പ്രലോഭനം നൽകിക്കൊണ്ടുമാണ്. ഇതാണ് എല്ലാ കാലത്തുമുള്ള തിന്മയുടെ സ്വഭാവം. അത് അതിൻ്റെ നന്മയുടെ ഭാവങ്ങൾ മാത്രം തെറ്റുദ്ധരിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. ഇവിടെ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. സാത്താനെ കുറിച്ചുള്ള നമ്മുടെ സാധാരണ കാഴ്ചപ്പാട് ഒണീഡ ടിവിയുടെ പരസ്യത്തിൽ കാണുന്നത് പോലെ 2 കൊമ്പൊക്കെ വെച്ച് ഉണ്ടക്കണ്ണനായി നിൽക്കുന്ന ഭീകരരൂപിയായ ഒരു സത്വം എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ അതിനേക്കാൾ മനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് സാത്താന്റെ പ്രേരണ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് കടമറ്റത്ത് കത്തനാർ എന്ന സീരിയലിൽ കത്തനാരോട് എതിർത്ത് നിൽക്കുന്ന തിന്മയുടെ പ്രതീകമായ സ്ത്രീ നല്ല വെള്ള വസ്ത്രമൊക്കെ ഉടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് തിന്മയുടെ യഥാർത്ഥമായ ചിത്രീകരണം. നന്മയുടെ ഭാവം അണിഞ്ഞുകൊണ്ട് തെറ്റുദ്ധരിപ്പിച്ച്
നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ഭാവം. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഗുരു, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന്. യേശു തമ്പുരാൻ തന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് വിവരിക്കുമ്പോഴാണ് പത്രോസ് ഈ പ്രസ്താവന നടത്തുന്നത്. പ്രഥമ ദൃഷ്ടിയ ഗുരുഭക്തി നല്ലതാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് ലോകത്തെ രക്ഷിക്കുവാനുള്ള മനുഷ്യപുത്രന്റെ രക്ഷാപ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുന്ന സാത്താന്റെ തന്ത്രമായി കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയുവാൻ പത്രോസിന് കഴിയാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇന്ന് നമുക്കും സംഭവിച്ചിട്ടുള്ളത്. നന്മയുടെ ഭാവങ്ങൾ അണിഞ്ഞുകൊണ്ട് തിന്മ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ വൈരൂപ്യത്തെ ദർശിക്കാതെ അതിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം എങ്കിൽ ദേവാലയത്തെ ഭംഗിയായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ സാത്താനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ, നന്മയും തിന്മയും തമ്മിലുള്ള നേർത്ത അന്തരം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ, സമൂഹത്തിലെ ഭൂരിപക്ഷവും തിന്മയുടെ പക്ഷം ചേരുമ്പോൾ നന്മയെ തിരിച്ചറിയുവാൻ ദേവാലയത്തെ നാം പ്രയോജനപ്പെടുത്തണം. ദേവാലയത്തിലെ ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. അതാണ് യേശു തമ്പുരാന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശു തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ഇടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ആത്മീയ കരുത്തു നേടുവാനുള്ള ഇടമായി നമ്മുടെ ദേവാലയങ്ങളെ ഉപയോഗിക്കാം. വീണ്ടും ദേവാലയത്തെക്കുറിച്ചുള്ള യേശു തമ്പുരാന്റെ പരാമർശം നാം കാണുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുകയാണ്, ഈ വലിയ പണി കാണുന്നുവോ, കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രാരംഭത്തിൽ ദേവാലയത്തെക്കുറിച്ചുള്ള നെഗറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എന്ന് നമുക്ക് തോന്നാം. യേശു തമ്പുരാൻ ഇവിടെ പറയുന്നത് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചാണ്. അത് സമീപഭാവിയിൽ തന്നെ സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് അറിവുള്ളതുമാണ്. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ദേവാലയത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്? അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യേശു തമ്പുരാനും ശിഷ്യന്മാരും ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തിരിച്ച് ദേവാലയത്തിലേക്ക് യേശുവിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് പറഞ്ഞു. ഈ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിന്റെ വലിയ പ്രത്യേകതയായി അവൻ കണ്ടത് അതിന്റെ മനോഹരമായ കല്ലും ശ്രേഷ്ഠമായ പണികളുമാണ്. അവിടെയാണ് യേശു തമ്പുരാൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. നീ കാണുന്ന കല്ലും നീ കാണുന്ന ഈ പണികളും ഇത് നശിച്ചു പോകുവാനുള്ളതാണ്. ഈ പ്രസ്താവന നടത്തുന്ന കാലഘട്ടം ആയപ്പോഴേക്കും 46 വർഷം നീണ്ട മോടി പിടിപ്പിക്കലിലൂടെ യെരൂശലേം ദേവാലയം ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൗധമായി തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം ദേവാലയം തങ്ങളുടെ അഭിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ ദേവാലയ ഭംഗി ആസ്വദിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിന് ഉള്ളിൽ നടക്കുന്ന ആരാധനയെക്കാളും അവിടെ നടക്കുന്ന പാപമോചന ബലികളെക്കാളും പ്രാധാന്യമുള്ളതായി ദേവാലയ കെട്ടിടത്തിന്റെ കല്ലുകളും അതിന്റെ പണികളും അവർ മനസ്സിലാക്കി. അങ്ങനെ ദേവാലയത്തിന്റെ പുറത്ത് ചുറ്റിത്തിരിയുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടായപ്പോൾ യേശു തമ്പുരാൻ ഒരു മുന്നറിയിപ്പായി പറയുകയാണ്, ഈ കല്ലുകൾ നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഇത് ദേവാലയം നമ്മെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി ആരാധനയ്ക്കുള്ള ഇടമായിരിക്കണം. ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ ആളുകൾ തമ്മിലുള്ള ഐക്യവും അങ്ങനെ ഒരു സാമൂഹ്യ ജീവിതവും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ദേവാലയം ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള വേദിയായി നാം മനസ്സിലാക്കരുത്. ദേവാലയത്തിൽ ഏറ്റവും പരമപ്രാധാന്യമായി നാം പരിഗണിക്കേണ്ടത് ദേവാലയത്തിന് ഉള്ളിൽ നടക്കുന്ന ആരാധനയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്, പള്ളിയിൽ പോവുക
പള്ളിക്കൽ പോവുക എന്ന പ്രയോഗം. ചില ആളുകൾ പറയും ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് എന്ന് വെച്ചാൽ ദേവാലയത്തിനുള്ളിലെ ആരാധനയിൽ സംബന്ധിക്കുവാനാണ് എന്ന് നാം മനസ്സിലാക്കണം. ചിലർ പറയും ഞങ്ങൾ പള്ളിക്കൽ പോവുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പള്ളിക്കുള്ളിലേക്കല്ല, പള്ളിക്ക് സമീപ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുവാനും അങ്ങനെ കൈമുത്തി മാത്രം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി വരുവാനുമുള്ള ഒരു പ്രവണത. ഇവിടെ ഇത്തരമുള്ള ചിന്താഗതികൾക്കാണ് യേശുതമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നത്. ദേവാലയത്തിന് പുറത്തു നടക്കുന്ന കാര്യങ്ങളും ദേവാലയത്തിന്റെ ബാഹ്യമായ മനോഹാരിതയും ഒന്നുമല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. മറിച്ച് ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന ആരാധനയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രമുഖ ഏഷ്യൻ തിയോളജിയനായ കൊസൂക്ക് കൊയോമോ എഴുതിയ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയ്ക്കിട്ടിരിക്കുന്ന പേരുണ്ട് തീർത്ഥാടകനോ വിനോദസഞ്ചാരിയോ എന്ന്. അദ്ദേഹം ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുന്ന വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തീർത്ഥാടകരായിട്ടാണോ പോകുന്നത് അതോ വിനോദസഞ്ചാരികളായിട്ടാണോ പോകുന്നത്? നമ്മുടെ പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിപ്പോകുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഉള്ളിൽ നടക്കുന്ന ആരാധന അവഗണിക്കുകയും ചെയ്യുമ്പോൾ ആ ദേവാലയത്തിന് തന്നെ മഹാത്മ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് യേശുതമ്പുരാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിലാണ് യേശുതമ്പുരാൻ ചാട്ടവാർ എടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എന്റെ ആലയം സർവ്വജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നുചെന്ന് അവിടെ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും പീഠങ്ങളെ പുറത്താക്കിക്കൊണ്ട് യേശുതമ്പുരാൻ നടത്തുന്ന പ്രസ്താവനയാണ് ഇത്. ദേവാലയം സർവ്വജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. എന്നാൽ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാതൊരുവിധ പരിശ്രമങ്ങളും വിജയിക്കുകയില്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. എന്തുകൊണ്ടാണ് യേശുതമ്പുരാൻ യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറെടുത്തത്? എവിടെയാണ് ഇവർ ഈ കച്ചവടം നടത്തിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം. യെരുശലേം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരത്തിനും ശേഷം ജാതികൾക്ക് ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഇടം ക്രമീകരിച്ചിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ ഇതര വിഭാഗക്കാരോടുള്ള തെറ്റായ സമീപനം മൂലം അവിടേക്ക് ആളുകൾ ആരാധനയിൽ സംബന്ധിക്കുവാൻ കടന്നു വരാതെയായി. അപ്പോൾ യഹൂദന്മാർ ആ സ്ഥലത്ത് തങ്ങളുടെ ബലിക്കുള്ള വസ്തുക്കളും നാണയ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഇടവുമൊക്കെയാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോൾ പുറജാതികൾക്ക് ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം എന്നേക്കുമായി ഇല്ലാതെയായി. ഈ സാഹചര്യത്തെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. നമ്മുടെയും ദേവാലയങ്ങൾ സർവ്വജാതി മതസ്ഥർക്ക് കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള ഇടമാണ്. ഇവിടെ പരമപ്രധാനമായി നടക്കേണ്ടത് ആരാധനയാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അവസാനമായി ദേവാലയത്തെക്കുറിച്ച് യേശുതമ്പുരാൻ നടത്തുന്ന പ്രസ്താവന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം കാണുകയാണ്. അവിടെ യേശുതമ്പുരാൻ പറയുന്നു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും. അതിന് താഴെ സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ അവൻ പ്രസ്താവിച്ചത് എന്ന്. ദേവാലയത്തെ പരമപ്രാധാന്യത്തോടെ കണ്ട യേശുതമ്പുരാൻ സ്വയം ദേവാലയമായി രൂപാന്തരപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ മന്ദിരം പൊളിപ്പീൻ, ഇതിനെ 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം എന്ന് താൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ പതിവായി ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് ഇത്, ദേവാലയമായി സ്വയം രൂപാന്തരപ്പെടുക എന്ന്. അതാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത ലേഖനത്തിൽ പറയുന്നത്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് മൂറോൻ കൊണ്ട് കൂദാശ ചെയ്തതാണ്. ഇതിൽ വിശുദ്ധ കുർബാനയും കൂദാശകളും നടക്കുന്നു. ഇത് തന്നെയാണ് നാം ഓരോരുത്തരുമാകുന്ന ദേവാലയത്തിന്റെയും പ്രത്യേകത. വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നാം. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരും വിശുദ്ധ കൂദാശകൾ അനുഭവിക്കുന്നവരുമാണ് നാം. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ചലിക്കുന്ന ദേവാലയങ്ങളാണ്. ഈ ദേവാലയത്തിന്റെ പ്രത്യേകത ഇത് ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യരെയും ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ദൈവ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ഉത്തരവാദിത്വം അതാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഏറ്റവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നാം വളരെ ഉത്സാഹമുള്ളവരാണ്.
അവിടെ മോശമായതൊന്നും നടക്കുവാൻ നാം അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഈ ദേവാലയത്തിലും മോശമായതും മ്ലേച്ഛമായതും ഒന്നും നടക്കാതെ ഇരിക്കുവാനും നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുവാനും ഇടയായി തീരുമെങ്കിൽ നാം ഒക്കെ ചലിക്കുന്ന ദേവാലയങ്ങളായിത്തീരും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇവിടെ നാം ചിന്തിക്കുവാൻ ശ്രമിച്ചത് യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമതായി യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം തൻ്റെ പിതാവിൻ്റെ ഭവനമായിരുന്നു. രണ്ടാമതായി ദേവാലയം യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ പരാജയപ്പെടുത്തിയ ഇടമായിരുന്നു. മൂന്നാമതായി യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും മാത്രമുള്ള ഇടമായിരുന്നു. നാലാമതായി യേശുതമ്പുരാൻ സ്വയം ദേവാലയമായി രൂപാന്തരപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ദേവാലയങ്ങളെ നമ്മുടെ പിതാവിൻ്റെ ഭവനം എന്ന് ആത്മാർത്ഥതയോടെ പറയാം. നമുക്ക് പിശാചിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി സംഭരിക്കാം. ദേവാലയത്തിന്റെ പ്രാധാന്യം ആരാധന മാത്രമാണ് എന്ന് തിരിച്ചറിയാം. അങ്ങനെ സ്വയം ദേവാലയങ്ങളായി രൂപാന്തരപ്പെടാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. 2011 വാരമായി മലയാള മനോരമ തിരഞ്ഞെടുത്തത് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയാണ്. 5000 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവുള്ള വീഗാലാൻഡ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായ അദ്ദേഹത്തെ പോയ വർഷത്തെ മികച്ച വാർത്താതാരമായി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ച 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ശ്രദ്ധേയമാവുന്നു. ഒന്നാമത്തേത്, സഹജീവിയുടെ വേദനയ്ക്ക് മുമ്പിൽ മനസ്സലിഞ്ഞ് തൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്തരിക അവയവം വൃക്ക ദാനം ചെയ്യുവാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സാണ്. രണ്ടാമത്തേത്, തൊഴിൽ രംഗത്തെ അനാരോഗ്യകരമായ പ്രവണതയ്ക്കെതിരെ എടുത്ത ശക്തമായ നിലപാടാണ്. തൻ്റെ സ്ഥാപനത്തിൽ നോക്കുകൂലി ആവശ്യപ്പെട്ട തൊഴിലാളികളെ ലജ്ജിപ്പിച്ചുകൊണ്ട് മുഴുവൻ സാധനങ്ങളും അദ്ദേഹവും ഭാര്യയും ചേർന്ന് ഇറക്കി വെക്കുവാൻ നടത്തിയ ഒരു ശ്രമവും മാധ്യമങ്ങളിലൂടെ നാം കണ്ടു. ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാതെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക കൂലിയാണ് നോക്കുകൂലി. ഇത് സൂചിപ്പിക്കുന്നത് തൊഴിലിനോടുള്ള നമ്മുടെ ഒരു മനോഭാവമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് വ്യവസായങ്ങൾ വളരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിന് പുറത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് മലയാളികളുടെ അധ്വാന മഹാത്മ്യം പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, അറബി നാട്ടിലും സായിപ്പിൻ്റെ ഇടയിലും ഒക്കെ പോയി എന്ത് തൊഴിൽ ചെയ്യുവാനും നമുക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ ചെറിയ ജോലി പോലും ചെയ്യുവാൻ വേലക്കാരെ തിരയുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം ഇന്ന് കടന്നു വരുന്നുണ്ട്. തൊഴിലിനോടുള്ള അധ്വാനത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊത്ത് അല്പമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തൊഴിലിൻ്റെ ദൈവശാസ്ത്രമാണ്. അധ്വാനത്തെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അധ്വാനത്തെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്? ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശത്തിൻ്റെ ഭാഗമാണ് അധ്വാനം എന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിൽ ആക്കിയത് തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനുമാണ്. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ സൃഷ്ടിയിൽ അവന് നൽകപ്പെട്ട ചുമതലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തോട്ടത്തിൽ വേല ചെയ്യുക എന്നുള്ളത്. ഈ ഭൂമിയിൽ അധ്വാനത്തോടെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യ സൃഷ്ടിയിലെ
ദൈവോദ്ദേശത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ വിവരണത്തിൽ കർമ്മ നിരതനായ ദൈവത്തെയാണ് നാം പരിചയപ്പെടുന്നത്. ആഴ്ചയിൽ 6 ദിവസവും സൃഷ്ടിപ്രക്രിയയിൽ വ്യാപൃതനായിരുന്ന് 7-ാം ദിവസം സ്വസ്ഥമായി വിശ്രമിച്ച് ആ ദിവസത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ നാം കാണുകയാണ്. അങ്ങനെയാണ് ദൈവം ഇസ്രായേലിന് ശാബത്ത് എന്നുള്ള ശക്തമായ നിയമം നൽകിയത്. ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസം എല്ലാവരും നിർബന്ധമായി വിശ്രമിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയമമായിരുന്നു. ആ നിയമം ബാധകമായിരുന്നത് യഹൂദന്മാർക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾക്കും അവരുടെ അടിമകൾക്കും കന്നുകാലികൾക്കും കൂടി ഈ നിയമം ബാധകമാക്കിയിരുന്നു. കാരണം ആഴ്ചയിലെ 6 ദിവസവും അവർ അധ്വാനിച്ചിരുന്നു എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 7-ാം ദിവസത്തിലെ നിർബന്ധിത വിശ്രമം അവർക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു വന്നത്, അധ്വാനിക്കുക എന്നുള്ളത് മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശത്തിന്റെ ഭാഗമായിരുന്നു. ഇത് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇത് ഇന്നത്തെ പുതിയ തലമുറ പഠിക്കാതെ പോകുന്നു എന്നുള്ളത് അപകടകരമായ ഒരു പ്രവണതയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ന്യൂഡൽഹിയിൽ വലിയ മോഷണത്തിന് പിടിക്കപ്പെട്ട ഒരു സംഘം ചെറുപ്പക്കാരുടെ യോഗ്യതകൾ ന്യൂസ് പേപ്പറിൽ വായിച്ചത് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നത ബിരുദധാരികളായ യുവാക്കൾ തങ്ങൾക്കുണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് മോഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് അധ്വാനിക്കാതെ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി മോഷണത്തെ അവർ മനസ്സിലാക്കുകയാണ്. അധ്വാനത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഇത്തരം പ്രവണതകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുക എന്നും അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതും മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശത്തിന്റെ ഭാഗമാണെന്നും അത് അതിപ്രധാനമായ പരിഭാവനമായ ഒരു കർമ്മമാണ് എന്നും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഇതിനോടുള്ള മനോഭാവം വളരെ ശ്രദ്ധേയമാണ്. തെസലോനിക്ക ലേഖനം 2 തെസലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇക്കാര്യത്തിൽ പൗലോസ്ലീഹ കർക്കശക്കാരനാവുകയാണ്. അദ്ദേഹം പറയുകയാണ്, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന്. അദ്ദേഹത്തിന്റെ ഭാഷ ഇവിടെ ശക്തമാവുകയാണ്. അധ്വാനിക്കാതെ എങ്ങനെയും ജീവിക്കുവാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയും അവിടെ കള്ളത്തരങ്ങൾ കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അധ്വാനത്തോടെ ജീവിക്കുവാനുള്ള ദൈവോദ്ദേശത്തെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യന് തോട്ടത്തിൽ വേല ചെയ്യുവാനുള്ള വലിയ നിയോഗം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും അവൻ പാപത്തിൽ വീണുപോയ ശേഷവും മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നീ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും. വിയർപ്പോടെ ആഹാരം കഴിക്കുക എന്നുള്ളത് ആഹാരത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ചുരുക്കത്തിൽ അധ്വാനത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശം തന്നെയാണ് അധ്വാനം എന്നുള്ളത്. രണ്ടാമതായി, നമ്മുടെ അധ്വാനം ഫലവത്താക്കുന്നത് ദൈവമാണ്. 127-ാം സങ്കീർത്തനത്തിന്റെ ആരംഭ വാക്യങ്ങൾ നമുക്ക് പരിചിതമാണ്. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. വലിയ അധ്വാനവും പ്രയത്നവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് നിർവഹിക്കേണ്ടത് ആവശ്യമാണെങ്കിലും അത് ഫലവത്താക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അഹങ്കാരത്തോടെ നമുക്ക് പറയുവാൻ നിർവാഹമില്ല, ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഇത് എന്ന്. വലിയ നേട്ടങ്ങളും നന്മകളും സ്വന്തമാകുമ്പോൾ അഹങ്കാരത്തോടെ ഇത് മുഴുവൻ എൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ പ്രയത്നത്തെ ദൈവം അനുഗ്രഹിച്ചതാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ അനുഗ്രഹപ്രദം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനങ്ങൾ എത്ര കഠിനമായാലും അത് സഫലമാക്കുന്നത് ദൈവമാണ് എന്നുള്ള വലിയ ബോധ്യവും ചിന്തയും എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി നമുക്ക് കാണാവുന്ന സംഭവമാണ്
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്ന കർത്താവിന്റെ ശിഷ്യന്മാരുടെ മീൻപിടുത്തത്തിന്റെ സംഭവം. തിബര്യാസ് കടലിൽ കർത്താവിന്റെ ശിഷ്യന്മാർ തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മത്സ്യബന്ധനത്തിന് പോവുകയാണ്. തങ്ങൾക്ക് പരിചയമുള്ള കടലാണ്. അനുഭവ സമ്പത്തേറെയുള്ള മുക്കുവർ രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ അവർക്ക് ഒരു മീനെ പോലും പിടിക്കുവാൻ സാധിക്കുന്നില്ല. പ്രഭാതമാകുമ്പോൾ യേശുതമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുന്നു. യേശുതമ്പുരാൻ അവരോട് പടകിന്റെ വലതുഭാഗത്ത് വല വീശുവാൻ ആജ്ഞാപിക്കുന്നു. അത് അനുസരിക്കുന്ന അവർക്ക് പെരുത്ത മീൻകൂട്ടത്തെ ലഭിക്കുന്നു. ഇവിടെ എന്താണ് സാഹചര്യത്തിന് വന്നിട്ടുള്ള വ്യതിയാനം? ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം അവർ അധ്വാനിച്ചപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. പ്രഭാതമായപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള അവരുടെ അധ്വാനം ഫലവത്തായി. യേശുവിനെ കൂടാതെയുള്ള അവരുടെ പ്രയത്നം വൃഥാവിലുമായി. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യേശുതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയുക. യേശുവിനെ നാം കൂടെ കൊണ്ടുപോകുന്നത്, യേശുവിനെ നാം സ്വീകരിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്നത് ദേവാലയത്തിലെ ആരാധനയിൽ മാത്രമല്ല, നമ്മുടെ തൊഴിൽ സ്ഥലത്തും യേശുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ നമ്മോടൊപ്പം നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഈ കാര്യം നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ തൊഴിൽ സ്ഥലങ്ങളിൽ, നമ്മുടെയൊക്കെ അധ്വാന മേഖലകളിൽ, നമ്മുടെയൊക്കെ പ്രയത്നത്തിന്റെ ഇടങ്ങളിൽ എല്ലായ്പ്പോഴും വിജയം കൈവരിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രാർത്ഥനയോടെ അത് വിജയത്തിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് ഏത് കഴുത്തുറപ്പൻ പ്രസ്ഥാനം ആരംഭിച്ചാലും അവിടെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണമെന്നും കുദാശ ചെയ്യണമെന്നും ഒക്കെയുള്ള നിയമങ്ങളും നിർബന്ധങ്ങളുമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിനെ തൊഴിലിടങ്ങളിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാകും എന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടും ചേർത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. യേശുതമ്പുരാൻ നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ചില വെല്ലുവിളികൾ കൂടി നാം നേരിടേണ്ടതായിട്ടുണ്ട്. യേശുതമ്പുരാൻ നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മോട് ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് നാം തയ്യാറാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്ന ഈ സംഭവത്തിൽ പ്രഭാതമാകുമ്പോൾ അവരുടെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടുന്ന യേശുതമ്പുരാൻ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ പടകിന്റെ വലതുഭാഗത്ത് വല വീശുക. പ്രിയപ്പെട്ടവരെ, ഈ ആഹ്വാനത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ അധ്വാനം വലതുഭാഗത്തെ അധ്വാനം ആവുക എന്നുള്ളത്. വലതുഭാഗത്തെക്കുറിച്ചുള്ള ചിന്തകളും ആശയങ്ങളും നമുക്ക് വളരെ പരിചിതമാണ്. അത് നമ്മുടെ സാമാന്യ വീക്ഷണത്തിൽ പോലുമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ അത് വലതു കൈ കൊണ്ടാവണം എന്ന് നാം നിർബന്ധം പിടിക്കുന്നത്. ഭക്ഷണം കഴിക്കുവാനും എഴുതുവാനും ഒക്കെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ അവർ ഇടം കൈ വശമുള്ളവരാണെങ്കിലും വലതു കൈ കൊണ്ട് അത് ചെയ്യണം എന്ന് ഉള്ള ഒരു ബോധ്യം ചില മാതാപിതാക്കൾക്കെങ്കിലും ഉണ്ട്. അങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിൽ കൂടി അനുതപിച്ച ആ കള്ളനെ വലതുഭാഗത്തെ കള്ളൻ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ വലതുഭാഗം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഭാഗമാണ്, ഇടതുഭാഗം തിന്മയുടെ ഭാഗമാണ്. അതുതന്നെയാണല്ലോ കുരിശുവരയുടെ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇടത്തേതിന്റെ മക്കളായിരുന്ന നമ്മെ തന്റെ മനുഷ്യാവതാരത്തിലൂടെ കുരിശുമരണത്തിലൂടെ വലത്തേതിന്റെ മക്കളാക്കി യേശുതമ്പുരാൻ രൂപാന്തരപ്പെടുത്തി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ പടകിന്റെ വലതുഭാഗത്ത് വല വീശുക എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥവും അതുതന്നെയാണ്. ഇടതുഭാഗത്തുള്ള അധ്വാനങ്ങൾ അവസാനിപ്പിച്ച് വലതിന്റെ അധ്വാനങ്ങൾ, നന്മയുടെ അധ്വാനങ്ങൾ തുടരുക എന്നുള്ള വലിയ സന്ദേശം കർത്താവ് നമുക്ക് തരുകയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് വിജയം മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് തൊഴിലിനോടുള്ള നമ്മുടെ സമീപനത്തിൽ കാതലായ ചില മാറ്റങ്ങളും അവൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ വിഷയമാണ്. അവിടെ കള്ളത്തരങ്ങളോ പൂഴ്ത്തിവയ്പോ
കൈക്കൂലിയോ കരിഞ്ചന്തയോ യാതൊന്നും നമുക്ക് അനുവർത്തിക്കുവാൻ സാധ്യമല്ല. യേശു തമ്പുരാനെ നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് നാം ക്ഷണിക്കുന്നു എന്ന് വരികിൽ, അതുകൊണ്ട് തന്നെയാണ് പ്രതീകാത്മകമായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശു തമ്പുരാന്റെ പ്രത്യക്ഷപ്പെടലിന്റെ സമയത്തെ പ്രഭാതം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുവരെ അവർ അധ്വാനിച്ചിരുന്നത് രാത്രിയിൽ അന്ധകാരത്തിന്റെ മറവിൽ ഇടതുഭാഗത്തായിരുന്നുവെങ്കിൽ, യേശു തമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുമ്പോൾ അവർ വലതുഭാഗത്ത് വെളിച്ചത്തിൽ പ്രഭാതത്തിൽ അധ്വാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് തൊഴിലിൽ നാം പുലർത്തേണ്ട മനോഭാവവും. യേശു തമ്പുരാനെ, നമ്മുടെ ദൈവത്തെ നമ്മുടെ തൊഴിൽ സ്ഥലത്തേക്ക് നാം ക്ഷണിക്കുമ്പോൾ അവിടെ ന്യായമായ അധ്വാനങ്ങളും ന്യായമായ പ്രയത്നങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് നന്മയുണ്ടാകുവാനുള്ള അധ്വാനങ്ങളും പ്രയത്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ദൈവം അനുഗ്രഹിക്കുകയും ദൈവം അതിൽ പ്രസാദിക്കുകയും ചെയ്യും എന്ന് നാം തിരിച്ചറിയുക. തൻ്റെ അടുക്കലേക്ക് സ്നാനമേൽക്കുവാനായി കടന്നു വന്ന വിവിധ തൊഴിൽക്കാരായ ആളുകളോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നതും ഇത് തന്നെയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ചുങ്കക്കാരായ ആളുകൾ സ്നാനമേൽക്കുവാൻ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവരോടായി പറയുകയാണ്, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം പിരിക്കരുത്. പടയാളികൾ വന്നപ്പോൾ പറയുകയാണ്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ആരോടും അന്യായമായി യാതൊന്നും വാങ്ങിക്കാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ. ന്യായമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് തൃപ്തിയടയുവാനുള്ള വലിയ സന്ദേശം യോഹന്നാൻ സ്നാപകൻ നൽകിയിട്ട് ഇവിടെ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന 2 ആളുകളുടെ തൊഴിൽ മാത്രമാണ് എടുത്തു പറയുന്നത്. ചുങ്കക്കാർ എല്ലായ്പ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിഞ്ഞിരുന്നവരാണ്. ചുങ്കക്കാരും പാപികൾ എന്നുള്ള ഒരു പ്രയോഗം പോലും സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ തൊഴിൽ മൂലം പാപികളാണ് എന്ന് സമൂഹം മുദ്ര കുത്തിയിരുന്ന ആളുകൾക്ക് പോലും തങ്ങളുടെ തൊഴിലിൽ ന്യായമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് യോഹന്നാൻ സ്നാപകൻ സൂചിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വളരെ ന്യായമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ ആ എല്ലാ നല്ല അധ്വാനങ്ങളും നല്ല പ്രയത്നങ്ങളും നല്ല വരുമാനങ്ങളും ഉള്ളപ്പോൾ പോലും ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും ഇടതുഭാഗത്തിന്റെയും പ്രവൃത്തികൾ തുടരുന്നു എന്ന് വരികിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുവാനും ശരിയായ പാതയിലേക്ക് വലതുഭാഗത്തെ അധ്വാനത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അധ്വാനത്തിന്റെ ദൈവശാസ്ത്രത്തിൽ നാം കണ്ട 2 കാര്യങ്ങൾ, ഒന്നാമത്തേത് മനുഷ്യ സൃഷ്ടിയിലെ ദൈവോദ്ദേശമാണ് അധ്വാനം എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മുടെ അധ്വാനങ്ങളെ ഫലവത്താക്കുന്നത് ദൈവമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവം അധ്വാനത്തെ മാനിക്കുകയും അധ്വാനത്തിന്റെ മാഹാത്മ്യം പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 27-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പത്രോസ് ലീഹായ്ക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. നീ പോയി ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ നിന്ന് ലഭിക്കുന്ന നാണയമെടുത്ത് എനിക്കും നിനക്കുമായി ദേവാലയ നികുതി അടയ്ക്കുക എന്നുള്ളത്. എന്തിനാണ് യേശു തമ്പുരാൻ ഇപ്രകാരം ഒരു നിർദ്ദേശം പത്രോസ് ലീഹായ്ക്ക് നൽകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. കടലിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ നാണയം നിക്ഷേപിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് പത്രോസിന്റെ ഭവനത്തിലെ അലമാരിക്കുള്ളിലും ഈ നാണയങ്ങൾ അദ്ദേഹത്തിന് നൽകുവാൻ സാധിക്കും. എന്നാൽ അപ്രകാരമുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കർത്താവ് മുതിരാതെ മുക്കുവനായ പത്രോസിനെ അവന്റെ പ്രവൃത്തി ചെയ്ത് അവന്റെ തൊഴിൽ ചെയ്ത് അവന്റെ അധ്വാനം നിർവഹിച്ച് അവന്റെ പ്രയത്നത്തിലൂടെ ലഭിക്കുന്ന നാണയം നികുതിയായി നൽകുവാൻ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ അധ്വാനത്തിന്റെ മഹാത്മ്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ യേശു തമ്പുരാനെ കുറിക്കുന്ന അനവധി നാമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനവധി ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽസ് നാം പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പരാമർശമുണ്ട്, ഇവൻ തച്ചന്റെ മകൻ അല്ലയോ എന്നുള്ളത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് നാം കാണുന്നത്. യേശുവിനെ അവന്റെ സ്വന്തം പ്രദേശത്തുള്ള ആളുകൾ കാണുകയും മനസ്സിലാക്കുകയും അറിയുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്തത് ഒരു തച്ചനായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വേദഭാഗം വായിക്കുന്ന ദിവസം തൊഴിലാളികളുടെ ഞായറാഴ്ചയായി സഭ
ആചരിക്കുന്നതും. ഈ തൊഴിലാളികളുടെ ഞായറാഴ്ചയായി സഭ ഒരു പ്രത്യേക ദിവസത്തെ മാറ്റിവെക്കുന്നതിലൂടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വലിയ ആശയവും ഈ അധ്വാനത്തിന്റെ ദൈവശാസ്ത്രം തന്നെയാണ്. കർത്താവ് സ്വയം തച്ചനായി ഭൂമിയിൽ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ എന്നുള്ള വലിയ ആശംസാ വചനം മുഴുവൻ അധ്വാനിക്കുന്ന, പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുമായി യേശുതമ്പുരാൻ വാഗ്ദാനം ചെയ്തു. സർവ്വരാജ്യ തൊഴിലാളികളുമേ സംഘടിക്കുവീൻ എന്നും മറ്റുമുള്ള തൊഴിലാളികൾക്കായുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രക്ഷകനായ യേശുതമ്പുരാൻ മുഴുവൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെയും വിളിച്ച് അവർക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തത്വം മനസ്സിലാക്കി പരിശുദ്ധനായ പൗലോസ്ലീഹായും തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു എന്നുള്ളത്. കൂടാരപ്പണിയുടെ ശ്രേഷ്ഠതയും മഹാത്മ്യവും മനസ്സിലാക്കുകയും അതിലൂടെ പ്രയത്നിച്ച് അധ്വാനത്തിന്റെ കൂട്ടത്തിൽ സുവിശേഷ വേല ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അധ്വാനത്തിന്റെ മഹാത്മ്യം, തൊഴിലിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നാം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത തലമുറയെ ഇത് പഠിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ വലിയ അധ്വാനത്തിലും പ്രയത്നത്തിലുമൂടെ ഉപജീവനം കഴിക്കുമെങ്കിലും ഈ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ കുഞ്ഞുങ്ങളെ അറിയിക്കുവാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് സാധാരണ മാതാപിതാക്കൾ പറയുന്ന ഒരു പല്ലവിയുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എങ്കിലും ഇതൊന്നും അറിയുവാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇടയാക്കിയിട്ടില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അധ്വാനവും പ്രയത്നവും കണ്ട് കുഞ്ഞുങ്ങൾ വളരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വളരുമ്പോൾ മാത്രമേ തൊഴിലിന്റെ മാഹാത്മ്യം അവർക്ക് പരിചയപ്പെടുവാനും പഠിക്കുവാനും സാധിക്കുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്ന യേശുതമ്പുരാന്റെ മനോഹരമായ ഉപമയുണ്ടല്ലോ, മുടിയനായ പുത്രന്റെ ഉപമ. ആ ഉപമയിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാഠം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വെക്കുകയാണ്. അവിടെ 2 മക്കളെ കുറിച്ച് പറയുന്നു, മൂത്ത മകനും ഇളയ മകനും. ഇളയ മകൻ അപ്പന്റെ പക്കൽ നിന്ന് തൻ്റെ ഭാഗം സ്വത്ത് വാങ്ങിക്കൊണ്ട് വിദൂരദേശത്തേക്ക് പോവുകയും തനിക്ക് ബോധിച്ച വിധത്തിൽ ജീവിച്ച് അതിനെയൊക്കെ നഷ്ടപ്പെടുത്തി പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. ഈ മടങ്ങി വരുന്ന സന്ദർഭം വിവരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ്തൻ 15-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നു, മൂത്ത മകൻ അപ്പോൾ വയലിൽ ആയിരുന്നു എന്ന്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. മൂത്ത മകൻ പിതാവിനോടുകൂടി വയലിൽ പോവുകയും അവിടുത്തെ പണികളിലൊക്കെ പങ്കാളിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇളയ മകനാകട്ടെ ഈ കാര്യങ്ങളിലൊന്നും പങ്കാളിയായില്ല. ഒരുപക്ഷെ അവൻ പ്രായത്തിൽ ചെറുതായതുകൊണ്ട് പിതാവിന്റെ അമിതമായ ശ്രദ്ധയും മാതാവിന്റെ അമിതമായ വാത്സല്യവും ഒക്കെ അനുഭവിച്ച് ഭവനത്തിൽ താമസിക്കുകയായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മകൻ പിതാവിന്റെ സ്വത്ത് ചോദിച്ച് വിദൂരത്തേക്ക് പോയി എന്ന് ചോദിച്ചാൽ, അവൻ ഈ പണം എന്തുകൊണ്ട് ഇത്രയും വേഗത്തിൽ നശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി നമുക്ക് പറയാവുന്നത്, ഈ മകൻ ഭവനത്തിലെ സുഭിക്ഷത മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ സുഭിക്ഷതയ്ക്ക് കാരണമായ വയലിലെ അധ്വാനം അവൻ കാണുകയോ അതിൽ പങ്കാളിയാവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മൂത്ത മകൻ പിതാവിനോടുകൂടി വയലിലേക്ക് പോവുകയും ആ അധ്വാനത്തിൽ പങ്കാളിയാവുകയും ചെയ്തുകൊണ്ട് അവൻ ആയുഷ്കാലം മുഴുവൻ ഈ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യത്തിന്റെ പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞ് പിതാവിനോടുകൂടി ജീവിച്ചു. ഇത് ഈ ഉമയ്ക്ക് നൽകുന്ന ഒരു പുതിയ വ്യാഖ്യാനമാണെങ്കിലും ഇതിൽ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ഇളയ മകന്റെ സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ ഭവനത്തിലെ നന്മയും സുഭിക്ഷതയും മാത്രം അവർ കാണുന്നു. വൈകിട്ട് ശീതീകരണ മുറിയിലിരുന്ന് TV-യിലെ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുന്ന പിതാവിനെയും മാതാവിനെയും മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ രാവിലെ മുതൽ വൈകുന്നത് വരെ ഈ മക്കളുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന മാതാപിതാക്കളെ അവർ കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ അത്തരം അധ്വാനത്തിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയി. അതുകൊണ്ട്
ഭവനത്തിലെ സുഭിക്ഷത മാത്രം കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ഈ സുഭിക്ഷതയ്ക്ക് കാരണമാകുന്ന മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തെ തിരിച്ചറിയാതെ ഭവനത്തിൽ നിന്ന് അന്യരായി പോവുകയും അല്ലെങ്കിൽ പിതൃസ്വത്ത് നാനാവിധമാക്കി കളയുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളരുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ തൊഴിലിന്റെ മഹാത്മ്യവും അധ്വാനത്തിന്റെ പ്രത്യേകതയുമൊക്കെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. തിരുവചനത്തിൽ നാം കാണുന്ന അധ്വാനത്തിന്റെ പാഠങ്ങളും തൊഴിലിന്റെ ദൈവശാസ്ത്രവും ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. 3 കാര്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ഒന്നാമത്തേത്, മനുഷ്യന്റെ സൃഷ്ടിയിലെ ദൈവോദ്ദേശമാണ് അധ്വാനം എന്നുള്ളത്. അതുകൊണ്ട് അധ്വാനിക്കുക എന്നുള്ളത് അപമാനമല്ല, അഭിമാനമായി കരുതുവാനും അനുഗ്രഹത്തിന് അത് കാരണമാണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. രണ്ടാമതായി, അധ്വാനം അത് എത്ര കഠിനമായാലും അത് സഫലമാകുന്നത്, വിജയത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുവാനും, എൻ്റെ അധ്വാനത്തിൽ ഞാൻ ഇതൊക്കെ നേടി എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് വിനയത്തോടെ പറയുവാനായും അധ്വാനത്തിനു വേണ്ടി നന്മയുടെ പാത മാത്രം തിരഞ്ഞെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. മൂന്നാമതായും ഏറ്റവും പ്രധാനമായി, ഈ അധ്വാനത്തിന്റെ മാഹാത്മ്യം പഠിക്കുക മാത്രമല്ല, നമ്മുടെ അനന്തര തലമുറയെ കൂടി ഇത് പഠിപ്പിക്കുവാനും, അങ്ങനെ തൊഴിലിന്റെ മാഹാത്മ്യം അറിഞ്ഞ് അധ്വാനത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ പുതിയ തലമുറയെ വളർത്തുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.